ഫാമിലി തെറപ്പി ടോക്കിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം എൻ്റെ ചാനലിൽ കൂടെ ആൽക്കഹോളിസത്തെ സംബന്ധിച്ചുള്ള വീഡിയോയിൽ നിന്നും ലഭിച്ച ചോദ്യങ്ങളുടെ ഉത്തരമാണ് ഇന്ന്. 10 ചോദ്യങ്ങൾ നമ്മൾ ഇന്ന് ആൻസർ ചെയ്യുന്നു. 17 ചോദ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഈ 17 ചോദ്യങ്ങളിൽ നിന്നും ഓവർലാപ്പ് ഇല്ലാതെ 10 ചോദ്യങ്ങൾ ആൻസർ ചെയ്യാൻ ശ്രമിക്കുമല്ലോ. അന്നമ്മ ജോൺ തൃശ്ശൂരിൽ നിന്നും ചോദിച്ചിരിക്കുന്നു, എപ്പോഴാണ് മദ്യപാനം ഒരു സാധാരണ ശീലത്തിൽ നിന്ന് മദ്യാസക്തിയായിട്ട് മാറുന്നത്? വെൻ ദിസ് ഹാബിറ്റ് becomes an addiction, when this habit of alcoholism will become an addiction. ഓക്കെ, നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇതെന്നുള്ളത്. ഓക്കെ, ആദ്യമായി നമ്മളുടെ കാര്യം മനസ്സിലാക്കേണ്ടത് മദ്യം കഴിക്കുന്ന എല്ലാവരും അഡിക്റ്റ് ആണ് എന്ന് പറയാൻ പാടില്ല. എന്നാൽ എന്താണ് അഡിക്ഷൻ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു ക്ലിനിക്കൽ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ ഒരാളെ എത്ര മദ്യം കഴിക്കുന്നു എന്നത് മാത്രമല്ല, അത് നിയന്ത്രിക്കാൻ കഴിയുന്നുണ്ടോ, കുറയ്ക്കാൻ ശ്രമിച്ചിട്ടും കഴിയുന്നില്ലേ, നിർത്താൻ തീരുമാനിച്ചിട്ടും വീണ്ടും ഉപയോഗിക്കുന്നുണ്ടോ, മദ്യം കഴിക്കണം എന്നുള്ള ക്രേവിങ് ഉള്ളിൽ കിടപ്പുണ്ടോ, ക്രേവിങ് മീൻസ് ഒരു കൊതി കിടപ്പുണ്ടോ, അതിനുവേണ്ടി അദ്ദേഹം പലതും കാട്ടിക്കൂട്ടുന്നുണ്ടോ, പിന്നെ ഇനി ഞാൻ കുടിക്കുകയില്ല എന്ന് തീരുമാനിച്ചിട്ടും വീണ്ടും അതേ പാറ്റേൺ, കുടിക്കത്തില്ല തീരുമാനിക്കുന്നു, വീണ്ടും കുടിക്കുന്നു, കുഞ്ഞുങ്ങൾ തലയെ കൈവച്ച് സത്യം ചെയ്യുന്നു, ഭാര്യയോട് സത്യം ചെയ്യുന്നു, വീണ്ടും കുടിക്കുന്നു. ഇത് ഇങ്ങനെ ആവർത്തിക്കുന്നുണ്ട് എങ്കിൽ അത് അഡിക്ഷനാണ്. മദ്യപാനം കുടുംബജീവിതത്തെ ബാധിച്ചിട്ടും വീണ്ടും അത് തുടരുന്നു, എൻ്റെ ഭാര്യയെ ബാധിക്കുന്നു എന്നറിഞ്ഞിട്ടും വീണ്ടും തുടരുന്നു, പിന്നെ ജോലിയെ, സാമ്പത്തിക സ്ഥിതിയെ, സാമൂഹിക ബന്ധങ്ങളെ ഒക്കെ, പേരൻറ്റിങ്ങിനെ, മാരിറ്റൽ റിലേഷൻഷിപ്പിനെ, സെക്ഷുവാലിറ്റിയെ, ഇതിനെയൊക്കെ ബാധിച്ചിട്ട് മദ്യപാനം തുടരുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണം. അതായത് മുൻപ് ലഭിച്ചിരുന്ന അതേ ഇഫക്റ്റ് ലഭിക്കാൻ വേണ്ടി കൂടുതൽ അളവിൽ മദ്യം വീണ്ടും ഉപയോഗിക്കുന്നുണ്ടോ, ഇതിനെ നമുക്ക് ടോളറൻസ് എന്ന് വിളിക്കാവുന്നതാണ്. ഓക്കെ, അതായത് മദ്യം കുറയ്ക്കാൻ ശ്രമിക്കുമ്പോൾ, കുടിച്ചുകൊണ്ടിരിക്കുന്ന ആൾ കുറയ്ക്കാൻ ശ്രമിക്കുമ്പോൾ വിറയൽ, കൂടെ വിയർക്കുക, ആങ്സൈറ്റി, ഒരു സ്ലീപ്ലെസ്നെസ്, ഉറക്കമില്ലായ്മ എന്നിങ്ങനെയുള്ള വിഡ്രോവൽ സിൻഡ്രോം ഉണ്ടാവുന്നുണ്ടോ, ഇതെല്ലാം ചേർന്ന് നമുക്ക് ഇതിനെ ഒരു ക്ലിനിക്കൽ അസസ്മെന്റ് നടത്തണം. ഇങ്ങനെ ഉള്ള കാര്യങ്ങളെ വെച്ചുകൊണ്ട് നമുക്ക് ഒരു ക്ലിനിക്കൽ അസസ്മെന്റ് നടത്തണം. സ്വയം വീട്ടിൽ ചികിത്സിക്കാതെ വി ഹാവ് ടു ഗോ ടു എ ക്ലിനിക്കൽ സെന്റർ, ഡി അഡിക്ഷൻ സെന്റർ പോയി ഇതിനൊരു ക്ലിനിക്കൽ അസസ്മെന്റ് നടത്തണം. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും പറയരുത് ഇയാൾക്ക് വിൽ പവർ ഇല്ല. വിൽ പവറും അഡിക്ഷനും തമ്മിൽ വലിയ ബന്ധങ്ങളില്ല. വിൽ പവർ ഇല്ല എന്ന് പറയല്ലേ, വിൽ പവർ കാണും, പക്ഷേ ഇത് ബ്രെയിനിനെ അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇതൊരു ഡിസീസാണ്. ഇതിന് നമ്മൾ AUD എന്ന് വിളിക്കും, ആൽക്കഹോളിക് യൂസ് ഡിസോർഡർ എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുക. ഇത് ബ്രെയിൻ സിസ്റ്റത്തെ പ്രോബ്ലത്തിലാക്കുന്നു, സ്ട്രെസ് റെഗുലേഷൻ ഉണ്ടാക്കുന്നു, പിന്നെ നമുക്ക് ഇമ്പൾസ് കൺട്രോൾ എന്നിവയെല്ലാം മാറ്റങ്ങൾ, ഈ പ്രവർത്തനങ്ങളിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഇതെല്ലാം ബാധിക്കും ഈ വ്യക്തിയുടെ. സോ ചിലർക്ക് ഇതൊരു ഇമോഷണൽ കോപ്പിംഗ് ആയിട്ട് മാറാറുണ്ട്. അതായത് ഒരു ഇമോഷണൽ അഡ്ജസ്റ്റ്മെന്റ്, അല്ലെങ്കിൽ ഒരു ഇമോഷണൽ ഒരു പ്രോഗ്രാമിംഗ് ആയിട്ട് മാറാറുണ്ട്. ഇതൊരു സൈക്കിളാണ്, ഞാൻ പറയാം. അതായത് ആദ്യം സ്ട്രെസ്, പിന്നെ അത് മാറാൻ വേണ്ടി മദ്യം കുടിക്കുന്നു, താൽക്കാലിക ആശ്വാസം ലഭിക്കുന്നു, വീണ്ടും സ്ട്രെസ് വരുന്നു, വീണ്ടും മദ്യം കുടിക്കുന്നു. ഇതിങ്ങനെ ഒരു സൈക്കിളാണ്. ഈ സൈക്കിളിനകത്ത് ഒരു വീണ് പോയാൽ കരകയറാൻ വലിയ പ്രയാസമാണ്. ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. സോ ദിസ് സൈക്കിൾ വി ക്യാൻ കോൾ ഇറ്റ് ആസ് AUD ഓർ ആൽക്കഹോളിക് യൂസ് ഡിസോർഡർ. ഇതൊരു മെന്റൽ ഡിസോർഡർ തന്നെയായിട്ടാണ് ഇതിനെ ക്ലാസിഫൈ ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ എന്തിനാണ് കുടിക്കുന്നത് എന്ന് ഒരിക്കലും ചോദിക്കരുത് അവരോട്. ഇതിൻ്റെ സാഹചര്യം എന്താണ്? ഇപ്പോൾ കൗൺസിലിങ്ങിന് വരുമ്പോൾ അല്ലെങ്കിൽ തെറപ്പിക്ക് വരുമ്പോൾ നമ്മൾ അവരോട് ഒരിക്കലും എന്തിനാ കുടിക്കുന്നതെന്ന് ചോദിക്കാറില്ല. എപ്പോഴാണ് കുടിക്കാനുള്ള ആഗ്രഹം തോന്നുന്നത്, എന്തുകൊണ്ടാണ് എന്താണ് നിങ്ങൾ ഇതിന് ട്രിഗർ ചെയ്യുന്നത് എന്ന് കണ്ടെത്തി നമ്മൾ ഇത് ചെയ്യണം. അതായത് തെറപ്പിയിൽ സംഭവിക്കുന്നത്, നമ്മൾ ഇവരെ കുറ്റപ്പെടുത്താതെ ഇവരെ ചേർത്ത് പിടിച്ച് ഇവരെ ഗൈഡ് ചെയ്യും, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. ലോങ് പ്രോസസ്സാണ്, സാവകാശം. സോ മദ്യാസക്തി ഒരു സ്വഭാവ ദൂഷ്യമല്ല. അവരെ അക്യൂസ് ചെയ്യരുത്, വഴക്ക് പറയരുത്, അവരെ മോശമാണെന്ന് പറയരുത്. ഒരു സ്വഭാവ ദൂഷ്യമല്ല, അതൊരു ഒരു സൈക്കോളജിക്കൽ അല്ലെങ്കിൽ ബ്രെയിൻ അല്ലെങ്കിൽ ഹാബിച്വൽ ഡിസോർഡർ ആണ്. ഇതൊരു രോഗമാണ്. ഇതിന് അസസ്മെന്റ് വേണം, ട്രീറ്റ്മെന്റ് വേണം, കൗൺസിലിംഗ് വേണം, സൈക്കോതെറപ്പി വേണം, ഫാമിലി തെറപ്പി വേണം. ഇതെല്ലാം ലഭിക്കുന്ന ഒരു ഡി അഡിക്ഷൻ സെന്റർ മാത്രമാണ്. ഒരു സൈക്യാട്രിസ്റ്റിന്റെ അസിസ്റ്റൻസ് വേണം. ഇതൊരു ഹെൽത്ത് കണ്ടീഷനായിട്ട് കാണാവും. പനി വരുന്നത് പോലെ, ഒരു രോഗം വരുന്നത് പോലെ, ഒരു ആക്സിഡന്റ് വരുന്നത് പോലെ ആ മനസ്സോടെ വേണം ഇതിനെ അഡ്രസ്സ് ചെയ്യാൻ. അല്ലാതെ ഇവൻ കുടിയനാണല്ലോ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ഉപദ്രവിക്കാതെ ഇതൊരു രോഗമായി കണ്ട് നമുക്ക് മാറണം. ഓക്കെ, അപ്പോൾ മദ്യപാനം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് ഒരു ഹാബിറ്റിൽ നിന്നും രോഗമായിട്ട് മാറുന്നത്. അതുകൊണ്ട് ഇതിനെ ഒരു ഹാബിച്വൽ പ്രോബ്ലമായിട്ട് കാണാതെ ഇതൊരു രോഗമായി കണ്ടാൽ
നമുക്ക് തീർച്ചയായിട്ടും ഈ വ്യക്തിയെ സഹായിക്കാൻ സാധിക്കും. മറക്കരുത് ഡി അഡിക്ഷൻ സെൻറ്റർ, മറക്കരുത് തെറപ്പി, സൈക്കോതെറപ്പി, മറക്കരുത് ഫാമിലി തെറപ്പി. അതൊരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഫോളോ അപ്പ്, ലോങ് ടേം ഫോളോ അപ്പ് നമുക്ക് ഈ വ്യക്തിയെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. താങ്ക് യു അന്നമ്മ ജോൺ.